നിഷാൻ, നിബി, വായനാ ദിനവുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിളായ 1-2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഓക്കെ, നിബിയുടെ ആദ്യത്തെ ചോദ്യം ആർക്കും പറയാം കേട്ടോ. അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്താതെ മരിച്ചു പോകുന്ന ലോകത്തെ ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. സുഭാഷ് ചന്ദ്രന്റെ വാക്കുകൾ. ഇത് ആരുടെ ഏത് പുസ്തകത്തിന്റെ ആദ്യത്തെ വാചകം എന്നുള്ളതായിരുന്നു ചോദ്യം. ഏതാ? സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനാമുഖം. ശരിയായ ഉത്തരവാണ്. നിഷാൻ ഏതാ? സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം എന്ന നോവലിന്റെ ആദ്യത്തെ വാചകമാണ് ശരിയായ ഉത്തരം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടിട്ട് ഉത്തരം പറയുക. ഓക്കെ. അതിരാണിപ്പാടത്ത് ജനിച്ച് ഇടയ്ക്ക് ഇലഞ്ഞിപ്പൊയിലിൽ എന്ന വീട്ടിൽ പോയി പാർത്ത് സ്കൂൾ ജീവിതവും കലാലയ ജീവിതവും ഒക്കെ പിന്നിടുന്ന ശ്രീധരന്റെ കഥയാണ്, കാഴ്ചകളാണ് ഈ നോവൽ. അതിരാണിപ്പാടത്തെ ശ്രീധരന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ. അതിരാണിപ്പാടത്തെ ശ്രീധരൻ ഏതാ? SK പൊറ്റക്കാടിന്റെ SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയാണ് കേട്ടോ ശരിയായ ഉത്തരം. അടുത്തത് നിഷാൻ, നിബി. ചിരിക്കരുത്. നിങ്ങൾ ചിരിക്കാതിരിക്കുമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. പ്രജാപതിക്ക് തൂറാൻ മുട്ടി. ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു നോവലിന്റെ തുടക്കം ഇത്. ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ എഴുതിയ വ്യക്തിയുടെ നോവലാ. ആരുടെ നോവൽ? OV വിജയന്റെ ഏത് നോവലാന്ന് പറയോ? OV വിജയന്റെ ധർമ്മപുരാണം. അല്ല, ധർമ്മപുരാണമാണ്. ധർമ്മപുരാണത്തിന്റെ തുടക്കമാണ് അത്. ഈ പ്രജാപതിയുടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ സമയം തെറ്റി അപ്പിടാൻ പോവാണ് പ്രജാപതി. അതിലൂടെ നമ്മുടെ അന്നത്തെ ഈ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ വരച്ച് കാട്ടുക. ഓക്കെ, എങ്കിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആർ യു റെഡി? ഈ പുസ്തകം അപ്പുണ്ണിയുടെ യാത്രകളാണ്. അപ്പുണ്ണിയുടെ യാത്ര എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും യാത്ര പോകുന്നതല്ല. സമൂഹത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ തറവാടിന്റെ കെട്ടുപാടുകളിൽ നിന്നൊക്കെ അപ്പുണ്ണി വളരുന്നതും നമ്മുടെ കേരളത്തിന്റെ ചരിത്രമൊക്കെ ഇടകലർന്ന് വരുന്നൊരു നോവൽ. അപ്പുണ്ണിയുടെ 20 വയസ്സ് വരെയുള്ള കഥയെ പറയുന്നുള്ളൂ ഇതിനകത്ത്. ഒരു അപ്പുണ്ണി, ഒരു ക്ലൂ ഉണ്ട് ഇതിനകത്ത്. മലയാളം സൃഷ്ടിച്ച ഏറ്റവും പ്രശസ്തനായ, മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നോവലിസ്റ്റിന്റെ ആദ്യത്തെ നോവലാണ് അപ്പുണ്ണിയുടെ യാത്രകൾ. യാത്ര എന്നല്ല, ആ യാത്ര ഉദ്ദേശിക്കുക കേട്ടോ, സഞ്ചാര സാഹിത്യമല്ല. നിഷാൻ, ആരായിരിക്കും നിഷാൻ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റ്? മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നോവലിസ്റ്റ്? MT വാസുദേവൻ നായർ. ശരിയായ ഉത്തരവാണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? MTയുടെ ആദ്യത്തെ നോവലാണ്. ഒരു ക്ലൂ തന്നിട്ടുണ്ട്. തറവാടിന്റെ കെട്ടിൽപാടിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് ഏതടാ പറഞ്ഞു? നാലുകെട്ട്. ശരിയായ ഉത്തരവാണ്. ഓക്കെ.